ഗുഡ് മോർണിംഗ്, പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് ഈ പ്രഭാതത്തിലും നിങ്ങളുടെ മുൻപിലേക്ക് കർത്താവിൻ്റെ വചനവുമായി വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തനങ്ങൾ 100-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവേ തന്നെ ദൈവമെന്ന് അറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. ഞാനൊരു ഭാഗം മാത്രം ആവർത്തിക്കുന്നു: നാം അവനുള്ളവർ ആകുന്നു. ഇന്ന് ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നാം ദൈവത്തിനുള്ളവർ അത്രേ, നാം ദൈവത്തിൻ്റെ വകയത്രേ. പിശാച് എത്ര തന്നെ നമ്മുടെ മേൽ അവകാശം പറഞ്ഞാലും, സാത്താൻ എത്ര തന്നെ നമ്മുടെ മേൽ ആധിപത്യം പറഞ്ഞാലും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന, നമ്മുടെ പാപത്തിനെ ചുമക്കുന്ന ആ ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അവൻ തൻ്റെ അവസാന തുള്ളി രക്തവും, അതെ, കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, തൻ്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി നൽകി, അഥവാ നമ്മുടെ പാപത്തിന് മറുവിലയായി നൽകി നമ്മെ അവൻ വീണ്ടെടുത്തിരിക്കുന്നു, അവൻ നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു. ആയതുകൊണ്ട് നാം കർത്താവിൻ്റെ വകയത്രേ. മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, ഏത് പൈശാചിക ആധിപത്യങ്ങളാകട്ടെ, ഏത് വിഷയങ്ങളാകട്ടെ, ഒന്നിനും നമ്മുടെ മേൽ അധികാരമില്ല. കാരണം നാം ദൈവത്തിൻ്റെ വകയത്രേ. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവവേദനയെ, ഞാൻ എവിടെ തകർന്നു പോകുമെന്ന്, ഞാൻ എന്തിൽ അടിമപ്പെട്ടു പോകുമെന്ന്, ഞാൻ ഏത് വിഷയത്തിൽ, ഏത് പ്രശ്നത്തിൽ ഞാൻ അടിമപ്പെട്ടു പോകുമോ കർത്താവേ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന നിന്നോട് പറയുന്നു: നീ ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് അവയ്ക്കൊന്നിനും, നീ ഇന്ന് ഭയക്കുന്ന ഒരു വിഷയത്തിനും, നീ ഭയക്കുന്ന ഒരു അവസ്ഥയ്ക്കും, നീ ഭയക്കുന്ന ഒരു വ്യക്തിക്കും, നീ ഭയക്കുന്ന ഒരു പ്രശ്നത്തിനും നിന്റെ മേൽ അധികാരമില്ല. കർത്താവിന് മാത്രമത്രേ നിന്റെ മേൽ അധികാരമുള്ളത്, അവകാശമുള്ളത്. കാരണം നാം ദൈവത്തിൻ്റെ വകയത്രേ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ ദൈവത്തിൻ്റെ വകയാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ വകയായിരിക്കാൻ പൈശാചിക മണ്ഡലങ്ങൾക്കും മാനുഷിക തലങ്ങൾക്കും, ഇവിടുത്തെ ഒരു പ്രശ്നങ്ങൾക്കും ഒരു പ്രതിസന്ധികൾക്കും ഒന്നിനും ഇവരുടെ മേൽ അവകാശവും അധികാരവും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്കുള്ളവരാകൊണ്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒന്നിനെ ഭയക്കണ്ട, നാം കർത്താവിൻ്റെ വകയത്രേ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.